ഒരു ഗാർഹിക പീഡന കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകമാണ് ഈ ഒരു കാര്യം നടന്നതെന്ന് ആലോചിക്കുമ്പോൾ ആ കുട്ടി എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നൊരു കാര്യമാണ് എനിക്ക് ആശ്വാസകരമായിട്ട് തോന്നുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇയാളുടെ ഒരു സ്വഭാവം അറിയാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് ആശ്വാസം തോന്നുന്നു. അറ്റ് ദ സെയിം ടൈം ഈ അതിക്രമം നടന്നതിന് ശേഷം ആത്മഹത്യയുടെ വഴി തേടാൻ പിടിച്ചു നിന്നതിനും ഒരു നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഒരു പൊതുജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി കടന്നിരുന്ന ഒരു പെൺകൊച്ച് വിവാഹം എന്നൊരു വാക്ക് കേട്ടാൽ പോലും പേടിക്കത്തക്ക രൂപത്തിലുള്ള അതിക്രമങ്ങളാണ് നേരിടേണ്ടി വന്നത് എന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു തലം കൂടിയുണ്ട്. ഇത്രയേറെ അതിക്രമങ്ങൾ നടന്ന ആ കുട്ടിയുടെ കരച്ചിൽ നാല് ചുറ്റും കേൾക്കത്തക്ക രൂപത്തിലായിട്ടുണ്ടാവും. അപ്പോഴും ആ വീട്ടിലെ മറ്റംഗങ്ങൾ ആരും ആ കുട്ടിയുടെ രക്ഷയ്ക്ക് എത്തിയില്ല എന്നുകൂടി ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ കുടുംബം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് കുറ്റകൃത്യം എടുത്ത് നോക്കിയാലും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരാളെ അതിക്രമിക്കുമ്പോൾ ആവട്ടെ എന്ത് ചെയ്യുമ്പോഴും കൂട്ടു നിൽക്കുന്ന ഒരു കുടുംബം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സാരമില്ല, അവനെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും എന്നൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. ആ ചിന്താഗതി തന്നെയാണ് ഇവിടെ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാവുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെല്ലുന്ന സമയത്ത് അയാളെ സൽക്കരിച്ചിരുത്താനും അയാൾക്ക് വേണ്ടി സംസാരിക്കുന്ന കേൾക്കാനും അയാളെ തോളി കേട്ടുകൊണ്ട് നടക്കാനും ആൾക്കാരുണ്ടായി, ഇവരെ അധിക്ഷേപിക്കാനും ആൾക്കാരുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്തിൽ നിന്ന് ഊരി വരാൻ കഴിയുമെന്ന രൂപത്തിലേക്ക് നിയമം പാലിപ്പിക്കാൻ നടക്കേണ്ടവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളൊക്കെ എന്ത് ഉദ്ദേശത്തിലാണ് അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് മുന്നോട്ട് കടന്ന് ചെല്ലേണ്ടത്? ഒരു പരാതിയുമായിട്ട് എവിടെയാണ് ചെല്ലേണ്ടത്, എവിടെ നിന്നാണ് നീതി കിട്ടേണ്ടത് എന്നുകൂടി ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ സ്ത്രീധന പീഡന മരണത്തിനും എല്ലാ ഗാർഹിക പീഡനത്തിനും അവസാനം നമ്മൾ ചാനൽ ചർച്ചയിൽ എല്ലായിടത്തും പറയുന്നുണ്ട്, ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കട്ടെ, ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കട്ടെ. ഈ വാക്ക് പറഞ്ഞു നിർത്തിയിട്ട് വീണ്ടും അടുത്ത മാസം ഇത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ വീടുകളിൽ നിന്നുമാണ് ഇതിനുള്ള പരിഹാരം ഉണ്ടാകേണ്ടത്. കടുത്ത ശിക്ഷാ നടപടികൾ നടപ്പിലാക്കപ്പെടണം. അത് ഇതുപോലെ കാശ് വാങ്ങിച്ചിട്ട് അതിക്രമം കാണിക്കുന്നവർ കൂട്ടിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടപ്പിലാക്കപ്പെടത്തില്ല. ഇതുപോലെ അതിപ്പോൾ പെൺകുഞ്ഞുങ്ങളെ നേരെ അതിക്രമമാകട്ടെ, സ്ത്രീകളുടെ നേരെ അതിക്രമമാകട്ടെ, സ്ത്രീധന പീഡനമാകട്ടെ, എന്ത് കാര്യങ്ങളായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പാർട്ടി തലത്തിലും കാശ് തലത്തിലുമാണ് നടപടി എടുക്കപ്പെടുന്നത് എന്നൊരു ചിന്താഗതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തുടരുന്നിടത്തോളം കാലം ഈ അതിക്രമമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ആ പെൺകൊച്ചിന് വളരെ പെട്ടെന്ന് തന്നെ ഈ അതിക്രമം നേരിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ആ കുട്ടി എന്ന് മുക്തിയാവും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഞെട്ടൽ ഇത്രയും പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയായിട്ടൊരു വിദേശത്തെങ്ങാനും ജീവിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തൊരു ആശ്വാസം ആ കുട്ടിക്ക് എടുക്കാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ